ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഡുഡുവിനെ സ്കൂളിലേക്ക് വിടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂളിലെ സ്പെഷ്യൽ യൂണിഫോം. പുതിയത് ഈ വർഷം നമ്മൾ പുതിയൊരു യൂണിഫോം ടീച്ചർമാരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ സ്പെഷ്യൽ യൂണിഫോം. അപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ പൂക്കളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ കാണിച്ചു തരാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട് മുഴുവൻ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. മതിൽ പോലും പച്ച പിടിച്ച് നിൽക്കുന്നു. ആഹാ, എന്താണ് സുഖം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ കളയണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എൻ്റെ പാട്. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില സമയത്ത് ചിലത് പിടിക്കും, ചിലതെന്താണെന്നറിയില്ല, അങ്ങനെ മുരടിച്ച് പോകട്ടോ. അപ്പോൾ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ പയർ നട്ടയിൽ കുറച്ച് പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പയർ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാണ്. അതുപോലെ പയറിൻ്റെ ഇല ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കും കേട്ടോ. തളിരായിട്ടുള്ള ഇല അത് നല്ല ടേസ്റ്റാണ്, നമ്മുടെ ചീര കഴിക്കുന്നത് പോലെ തന്നെ. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെടിയാണ്. നമ്മുടെ വീട്ടിൽ നിന്നല്ല, എല്ലാ പറമ്പിലും ഉണ്ടാവും. കീഴാർനെല്ലിയാണ്. ചില കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല. കീഴാർനെല്ലി ഒരു ഔഷധമാണ്. അപ്പോൾ അതിനെ ഉദ്ദേശിക്കുന്നത്, അതിന് ആ പേര് വന്നത് കണ്ട, താഴെ നെല്ലിക്ക പോലെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അതിന് കീഴാർനെല്ലി എന്നുള്ള പേര് വന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു റിസർച്ചിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് പോവാണ്. ഇത് എപ്പോഴും ഉള്ള കാര്യമാണ്. അപ്പോൾ വരുന്ന സമയത്തും ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. ഞങ്ങൾ 2 പേരായാലും ഞങ്ങൾ 3 പേരായാലും ഒരുമിച്ച് പുറത്ത് യാത്ര പോകാമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ തൃശ്ശൂർ വരെ പോയാലും അതൊരു യാത്ര തന്നെയാണ്. അപ്പോൾ മോനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ 2 പേരും മാത്രമായിട്ട്, അത് നമുക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പോൾ പ്രവാസിയാണെങ്കിലും അല്ലെങ്കിലും ഭർത്താക്കന്മാരടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 പേര് ചെയ്യുന്ന കാര്യം ഒറ്റയ്ക്ക് ഒരാൾ തന്നെ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് കുറേ പേരെ നോക്കാൻ മീൻസ് അമ്മ അവരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കണം, പിന്നെ മോനെ നോക്കണം. അതൊക്കെ വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ടെൻഷനൊക്കെ വരും. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കാറില്ല. കാരണം ടെൻഷൻ അടിച്ചാലും സംഭവിക്കാനുള്ളത് സംഭവിക്കും, ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ പള്ളി ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ജനിച്ച് വളർന്ന് കളിച്ച് നടന്ന പള്ളിയാണ് കേട്ടോ. അതിൽ പോകുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ട്. ഇപ്പോൾ പിന്നെ അമ്മാമ്മ ജോലിക്കൊന്നും അവിടെ പോകുന്നില്ല. അപ്പോൾ എനിക്ക് നൈറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതിനും പിന്നെ അതല്ലാതെ ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ നമ്മൾ 5 വിളക്കിൻ്റെ അതിലെ കൂടെ മുനിസിപ്പൽ കൂടിയിട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പയുടെ കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വളരെ സന്തോഷം. അതിലുപരി നമ്മൾ കുറച്ച് സമയം ഇപ്പോൾ പൈസ ഉണ്ടായിട്ട് നമുക്ക് സന്തോഷിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതങ്ങനെയാണ്. ഒരു 10 രൂപ അല്ലെങ്കിൽ കുറച്ച് സമയം കുറേ പൈസ ഉണ്ടായിട്ട് ജീവിക്കാമെന്ന് കരുതിയ അങ്ങനെ ഒരിക്കലും പറ്റില്ല. അത് എൻ്റെ ഒരു ഇതിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിനു മുന്നേ നമ്മൾ അതിൻ്റെ മുന്നിൽ കൂടെ അതിങ്ങനെ പോവാണ് കേട്ടോ. ഈ ഒരു ഒരു സീന് നമുക്ക് എന്നും കാണുമ്പോൾ എപ്പോഴും ഒരു വികാരം തന്നെയാണ്. അതായത് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് ഇത്രയും ഫേമസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂർ പൂരം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഒരുമിച്ച് പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരുമിച്ച് സന്തോഷമായിട്ട് ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾ പറയും പൈസ ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ സന്തോഷിക്കാൻ പറ്റുന്നതെന്ന്. പക്ഷേ സന്തോഷിക്കാൻ പറ്റും. കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയത്, അപ്പേനെ സംബന്ധിച്ച് അപ്പോൾ ഒരു ഷെഫായതുകൊണ്ട് തന്നെ പുതിയ ഔട്ട്ലെറ്റുകളൊക്കെ തുടങ്ങുമ്പോൾ അപ്പോൾ അവിടെയൊക്കെ പോവും. അവിടുത്തെ ഫുഡുകൾ, മെനു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കും. ഇപ്രാവശ്യം നമ്മൾ പോയത് ഷെഫ് പിള്ളയുടെ പടിഞ്ഞാറേ കോട്ടയിൽ തുടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഞാനും ഒപ്പം കൂടിയിട്ട് ഉച്ച സമയമായിട്ടോ എനിക്ക് കുറച്ച് സംഭവങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓരോ ഗോഷ്ഠികളാണ്. കുഞ്ഞൊരു റെസ്റ്റോറൻറ്റ് നമ്മുടെ പടിഞ്ഞാറക്കോട്ട സെൻറ്ററിൽ തന്നെയാണ്. തേങ്ങാമാങ്ങ എന്നാണ് ആ റെസ്റ്റോറൻറ്റ് പേര്. ഷെഫ് പിള്ളയുടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ ഒരു ഹൈപ്പ് ഉണ്ടാവും.
പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു ഹൈപ്പ് ഇതുവരെയും കിട്ടിയിട്ടില്ല. നോർമൽ ഒരു സാധാ ഒരു കടയിൽ പോയി നമ്മളെങ്ങനെ ഫുഡ് കഴിക്കണം അത് തന്നെ കഴിച്ചിട്ടുള്ളൂ എന്നല്ല, അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ മെനു ഭയങ്കര കുറവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഷെഫ് പിള്ളേർ അവിടെ വരുന്നത്. പക്ഷെ നമ്മളൊരാളുടെ കട എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഓർഡർ ചെയ്തത് ബിരിയാണിയും പിന്നെ പോത്ത് വരട്ടിയതോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. ഞങ്ങളിത് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാനിത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിത് മാത്രം ഓർഡർ ചെയ്തിട്ടുള്ളൂ. കഴിച്ചു നോക്കി ഓക്കെയാണ്. അല്ലാതെ വലിയ ഹൈപ്പ് കൊടുത്ത് പറയുന്ന രീതിയിലുള്ള ഫുഡ് അങ്ങനെയൊന്നും എനിക്കും തോന്നിയിട്ടില്ല, അപ്പിക്കും തോന്നിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഒരു ഷെഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെ കിച്ചണിലോട്ട് കാണാൻ പറ്റുമേ. അപ്പോൾ അവിടെ ഷെഫ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്ന അപ്പം ജോലി ചെയ്യുന്നത് നമ്മൾ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പക്ഷേ അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു അഭിമാനം, നമ്മുടെ ഹസ്ബൻഡും ഇങ്ങനെ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫോണിൻ്റെ അതായത് ട്രൈപോഡ് കംപ്ലൈൻ്റ് ആയിട്ട് കുറേ നാളായി. അപ്പോൾ ഒരെണ്ണം മേടിക്കണം എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ഫുട്പാത്ത് ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു, ഡുഡുവിൻ്റെ ട്യൂഷനൊക്കെ കൊണ്ടുപോയി. പിന്നെ രാത്രി ഞങ്ങൾ വീട്ടിലോട്ട് അമ്മാമ്മേരെ അടുത്തോട്ട് വന്നു. അമ്മാമ്മേരെ അടുത്ത് പോയി കഴിഞ്ഞാൽ സ്റ്റെനോനെ കാണുന്നത് ഇവരെ അളിയന്മാർ തമ്മിൽ എപ്പോഴും കാണുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ പെട്ടെന്ന് അപ്പം ഞെട്ടുന്നത് കാണാം. കാരണം അവൻ ചിലപ്പോൾ അടിക്കിടിക്കോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവനെയും കണ്ട് അപ്പോൾ തിരിച്ച് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.